അധികം ബുദ്ധിമുട്ടി ഇതിൻ്റെ പുറകെ ഒരുപാട് നാളായി നടക്കുന്നത്. അപ്പോൾ ഇന്നാണിപ്പോൾ കാലത്ത് വിളിച്ചിട്ടാണ് പറയണേ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേഷനിൽ വരണം എന്ന് പറഞ്ഞു. സ്റ്റേഷനിൽ വന്നപ്പോൾ ഇപ്പോൾ ആളെ കാണിച്ചു തന്നു. ആദ്യം ഇതെല്ലാം ആളെന്ന് കാണിച്ചു തന്നു. അതിനുശേഷം എഴുതി ഒപ്പിട്ട് കൊടുത്തു. ഇപ്പം നിലവിൽ ഇനിയിപ്പോൾ അട്രോസിറ്റി കോടതിയിലേക്കാണ് ആളെ കൊണ്ടുപോയേക്കണേ, ജാമ്യത്തിൻ്റെ എന്തോ കാര്യത്തിൽ. നമ്മൾ നടത്തിയ പോരാട്ടം നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് ഇപ്പോൾ വിജയം കണ്ടു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അറസ്റ്റ് ചെയ്തു, പകുതി ഇപ്പോൾ ആശ്വാസമായി നമുക്ക്. പ്രതി പറഞ്ഞിട്ട് ഒരാൾ 3-4 പേര് നമ്മളെ കണ്ടിരുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ ജോലി സംബന്ധമായിട്ട് ലിസ്റ്റ് ചെയ്യുന്നിടത്ത് കളയുന്നു, പിന്നെ അയാൾ വളരെ മാന്യനാണെന്നൊക്കെ ഒരുപാട് പേര് വന്ന് പറഞ്ഞു. ഇപ്പം അയാളുടെ പേര് അജിതാഘോഷ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു, തത്തപ്പള്ളി തന്നെ ഉള്ളതാണ്. അയാൾ വന്ന് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ക്ഷേത്രത്തിൽ വന്നിട്ടാണ് പറയണത്. ഇങ്ങനെ ഭീഷണിയായിട്ടാണ് പുള്ളി ആദ്യം മര്യാദ രീതിയിൽ സംസാരിച്ചു, പിന്നീട് അയാൾ ഭീഷണിയായിട്ട് തന്നെ സംസാരിച്ചത്. ഈ ജയേഷ് അയാളെ വന്ന് കണ്ടു എന്നാണ് പറയണത്. അതെ അതെ അതെ. സമരത്തിനും ഇപ്പൊ ആദ്യം തന്നെ നമ്മുടെ കൂടെ ഉണ്ടായത്, ഇപ്പൊ നമുക്ക് എടുത്തു പറയാം എല്ലാത്തിനും കൂടെ ഉണ്ടായത് ഈ എൻ്റെ ഒപ്പം ജോലി ചെയ്യണ തന്നെ സതീശൻ ചേട്ടനാണ്. സതീശൻ വാര്യരാണ് അദ്ദേഹം എല്ലാത്തിനും കൂടെ ഉണ്ടായത് ആദ്യം മുതൽക്ക് ഇപ്പോൾ അവസാനം വരെ. പിന്നീട് ഇപ്പം എല്ലാവരും ഇപ്പം സുശീലൻ ചേട്ടനാണെങ്കിലും ഒരുപാട് തവണ നമുക്ക് കൂടെ സ്റ്റേഷനിൽ വരാനായാലും എല്ലാത്തിനും, പിന്നെ സംഘടനയുടെ ചുമതലയുള്ള ആളുകൾ അവരായാലും, പിന്നെ ദേവസ്വം ബോർഡിൻ്റെ കോൺഫെഡറേഷൻ്റെ ആളുകളായാലും, ഉദയൻ ചേട്ടൻ, പത്മനാഭൻ ചേട്ടൻ, അവരൊക്കെ നമ്മളെ കൂടുതലും സപ്പോർട്ടായിരുന്നു എല്ലാവരും. ഇനിയും പോരാട്ടം തുടരാൻ തന്നെയാണ് എൻ്റെ ഒരിത്.